നമസ്കാരം. ഇട്ടാവട്ടം പോലൊരു സംസ്ഥാനമായ ഈ കൊച്ചു കേരളത്തിൽ 5-6 മണിക്കൂർ കൊണ്ട് ഒരാൾക്ക് വയനാട്ടിലെത്താൻ സാധിക്കും. ഇനി ഹെലികോപ്റ്റർ ഉണ്ടെങ്കിലോ വളരെ മിന്നൽ വേഗത്തിൽ തന്നെ വയനാട്ടിലെത്താൻ സാധിക്കും. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി മാത്രം അവിടെ വന്നില്ല. അതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എന്നാൽ കേരളത്തിൻ്റെ ഗവർണർ വരും. മുഖ്യമന്ത്രി ഇപ്പോൾ കർക്കിടക ചികിത്സയിലാണ്. ഉമ്മൻചാണ്ടി ആയിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എങ്കിൽ ഇന്നലെ പുലർച്ചെ തന്നെ അദ്ദേഹം വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേരിട്ട് നേതൃത്വം കൊടുക്കുമായിരുന്നു. വി മിസ് യു ഉമ്മൻചാണ്ടി എന്ന് ഇന്ന് മലയാളികൾ ആവർത്തിക്കാനുള്ള ഒരു പ്രധാന കാരണം ഇതുതന്നെയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലെ മുഖ്യമന്ത്രിക്കും നമുക്കറിയാം അദ്ദേഹത്തിന് പ്രായമുണ്ട്, രോഗങ്ങളുണ്ട്. എന്നാൽ ഏതാനും പേർ മരണപ്പെട്ട ശിരൂരിൽ അദ്ദേഹം എത്തി. ഒരു മലയാളിയെ കാണാതായത് വലിയ വാർത്തയായ സാഹചര്യത്തിലാണ് അദ്ദേഹം അവിടെ എത്തിയത്. അതിൽ കേരളത്തോടുള്ള സ്നേഹവും കടപ്പാടും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അർജുനെ കാണാതായപ്പോൾ കേരളമല്ല രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത്, അത് കർണാടകമായിരുന്നു. അവർ അർജുനെ അവരുടെ മകനെ പോലെ കരുതി. എന്നാൽ ഇപ്പോൾ വയനാട് ഈ ഒരു വലിയ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് പക്ഷേ ഇതിലൊന്നും തോന്നാത്തത് എന്തുകൊണ്ടാണെന്ന് ആർക്കും തന്നെ മനസ്സിലാകുന്നില്ല. നാളെ വയനാട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നാലും മുഖ്യമന്ത്രി തനിക്ക് സൗകര്യമുണ്ടെങ്കിൽ മാത്രം പോകും. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി. ആരെന്ത് കരുതുന്നു എന്നൊന്നും മുഖ്യമന്ത്രിക്ക് അറിയേണ്ട ആവശ്യമില്ല. കാരണം താൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് മാത്രം അറിഞ്ഞാൽ മതി. തലസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയതോടുകൂടി അവിടെ തീർന്നു മുഖ്യമന്ത്രിയുടെ വയനാട് സങ്കടം. എല്ലാം ഏകോപിപ്പിച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇന്ത്യൻ സർക്കാർ കേരളത്തിന് നൽകിയ സംഭാവനകൾ അത് ഓർത്തതേയില്ല. മുഖ്യമന്ത്രി വയനാട്ടിൽ ചെന്നിട്ട് എന്താണ് നേട്ടമെന്ന് ചോദിക്കരുത്. കാരണം മുഖ്യമന്ത്രി അവിടെ ചെന്നാൽ അഹോരാത്രം പണിയെടുക്കുന്ന രക്ഷാപ്രവർത്തകർക്ക് ഒരുപക്ഷെ അത് വലിയൊരു ആശ്വാസമായിട്ട് മാറിയേനെ. എന്നാൽ പണ്ടും ഇങ്ങനെ തന്നെ ആയിരുന്നു പിണറായി വിജയൻ. പണ്ട് കസ്തൂരി രംഗനും മാധവ് ഗാഡ്ഗിലും പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞ സത്യങ്ങൾ, ആ സത്യങ്ങൾ അത് അനുസരിക്കാത്തതിൻ്റെ ഫലമാണ് ഇന്ന് നിരപരാധികൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. മലപ്പുറം, വയനാട് ജില്ലകളിലെ ഉരുൾപൊട്ടലുണ്ടായ 2019 സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നടത്തുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച പഠനത്തിൽ ഗാഡ്ഗിൽ അതുപോലെ തന്നെ കസ്തൂരിരംഗ റിപ്പോർട്ടുകളിലെ നിർദ്ദേശങ്ങൾ പരിഗണിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. 3 മാസത്തിനകം കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചത്. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. എന്നാൽ ഇത് പതിവ് പോലെ പിണറായിയുടെ വാചകമടിയായിരുന്നു. അതായത് മാധവ് ഗാഡ്ഗിൽ, കസ്തൂരിരംഗൻ റിപ്പോർട്ടുകൾ വീണ്ടും പരിഗണിക്കുകയാണെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അത് പാലാ ഉപതെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായിട്ട് തന്നെ ബാധിച്ചു. പാലായോട് ചേർന്ന പ്രദേശങ്ങളെ കസ്തൂരിരംഗൻ അതുപോലെ തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ നടപ്പിലാക്കിയാൽ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും എന്നതായിരുന്നു കാരണം. മാണി സി കാപ്പൻ ആദ്യമായി ജയിച്ചത് ആ തെരഞ്ഞെടുപ്പിലായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ MP ഓഫീസ് SFI അടിച്ചു തകർത്ത സംഭവവും ഈ റിപ്പോർട്ടുകളുടെയൊക്കെ ഭാഗമായിരുന്നു. 2018 പിണറായി സർക്കാർ തന്നെ പുറത്തിറക്കിയ ഒരു ഉത്തരവാണ് ആ അടിച്ചു തകർക്കലിലേക്ക് നയിച്ചത് തന്നെ. എന്നാൽ ഈ റിപ്പോർട്ട് സുപ്രീം കോടതി പോലും ശരിവെച്ച് തുടർ നടപടികളിലേക്ക് പ്രവേശിച്ചിരുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.